എല്ലാവർക്കും. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹുവേ, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ആരാണ്? അപ്പൊ ഒരു മനുഷ്യനെ പറഞ്ഞു കൊടുത്തു അള്ളാഹ്, ഈ മനുഷ്യൻ ഇന്ന നാട്ടിൽ താമസിക്കുന്നുണ്ട്, പോയി നോക്കിയ. അപ്പൊ അദ്ദേഹം നിങ്ങൾ സ്വർഗത്തിലെ കൂട്ടുകാരനാണ്, ജലീസാണ് എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പറയപ്പെട്ടതായ ഗ്രാമത്തിൽ പോയി നോക്കുമ്പോൾ ചെറുപ്പക്കാരനെ കണ്ടു, അദ്ദേഹം ജോലി ചെയ്യുന്നു. പിന്നെ അദ്ദേഹം ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കണ്ട, ഉമ്മാക്ക് കണ്ണൊന്നും കാണൂല, ഭക്ഷണം വായിക്ക് വെച്ചു കൊടുക്കുക, ഉമ്മന്റെ തുണി കുപ്പായൊക്കെ അലക്കി കൊടുക്കുക. അപ്പൊ ആ ഉമ്മ എന്തൊക്കെയോ മന്ത്രിക്കുന്നു. എന്താ ഉമ്മ നിങ്ങൾ പറയണോ ചോദിച്ചു മൂസാ നബി അലൈഹിസ്സലാം. ഞാൻ എൻ്റെ കുഞ്ഞിമോന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ എന്റെ ഈ മോനെ നീ നാളെ സ്വർഗത്തിലെ മൂസാ നബിന്റെ കൂടെയാക്കണേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, അള്ളാഹു എനിക്ക് വഹി അറിയിച്ചിട്ടുണ്ട്, നിങ്ങളെ മകനാണ് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ. അതാവിനെ ബഹുമാനിച്ചപ്പോ മാതാവിന് ഖിദ്മത്ത് ചെയ്തപ്പോ സ്വർഗത്തിൽ വരെ കൂട്ടുകാരൻ. ഉമ്മാന്റെ വാപ്പാനും ദുആ പെട്ടെന്ന് കബൂലാവും. പറഞ്ഞുതരാൻ 10 കടമകളുണ്ട്. ഉമ്മയോടും ബാപ്പനും വീട്ടേണ്ട 10 കടമകളുണ്ട്. ഒന്നാമത്തെ എന്താ? ആ മനുഷ്യന് ആവശ്യമായാൽ, ഉമ്മക്കും വാപ്പക്കും ആവശ്യമായാൽ ഭക്ഷണം കൊടുക്കൽ ഇവന്റെ മേൽ കടമയാണ്. അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം വല്ല ഖിദ്മത്തു ഇൻ ഇഹ്താജ, അവർക്ക് സേവനം ചെയ്തു കൊടുക്കുക, ആവശ്യമെങ്കിൽ അവരെ കൈ പിടിക്കുക, അവരെ താങ്ങൊക്കെ ചെയ്യുക, അങ്ങനെ ചെയ്യണം. 10 കടമകളുടെ എണ്ണി പറയാം. 1 ഭക്ഷണം കൊടുക്കുക, രണ്ടാമത്തവർക്ക് ഖിദ്മത്ത് ചെയ്യാം. മൂന്നാമത് വൽ ഇജാബത്തു ഇൻ ദാ, ഉമ്മയും വാപ്പയും വിളിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യലേ. ഉമ്മയും വാപ്പയും വിളിച്ച് അവർക്ക് ഉത്തരം ചെയ്യാം, ഇത് മൂന്നാമത്തെ കടമയാണ്. മാതാപിതാക്കൾ എപ്പോഴോ വിളിച്ചെങ്കിലേ ഉടനുത്തരം ചെയ്യൽ വുജൂബാ നിന്നിലെ. സുന്നത്ത് നിസ്കാരത്തിലായാൽ തന്നെ അവർക്കുത്തരം ചെയ്യാൻ വിളിച്ചാൽ നിന്നെ. നമ്മൾ സുന്നത്ത് നിസ്കരിക്കണം, അപ്പോഴാണ് ഉമ്മ വന്നിട്ട് വിളിച്ചത്. എന്നാൽ നിസ്കാരം മുറിക്കണം, മുറിച്ചിട്ട് അവർക്ക് ഉത്തരം ചെയ്യാന്ന്. ആ നിസ്കാരം മടക്കാം, നിസ്കാരം 10 പോകും. കാരണം ഉമ്മയും വാപ്പയും അങ്ങനെയാണ്. നിസ്കാരം വരെ സുന്നത്ത് നിസ്കാരം, ഫർദൊക്കെ പിന്നെ മുറിച്ചാൻ പറ്റൂല. ബഹുമാനപ്പെട്ട പിന്നെ ജുറൈജിനറിയില്ലങ്ങൾ ബഹുമാനപ്പെട്ടവരെന്തായി, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മ വന്നിട്ട് വിളിച്ചു, ഉത്തരം ചെയ്തില്ല. വലിയ സംഭവം. അപ്പൊ ചുരുക്കി പറയാം, ഉമ്മ കേടായി പ്രാർത്ഥിച്ചു, ഒരു വേശ്യപ്പെണ്ണിനെ കൊണ്ട് മാനം കെടുത്താൻ വേണ്ടി. അല്ലാഹു തആല ആ സംഭവം ഉണ്ടാക്കി, വലിയ വിഷയ. മാതാവ് പ്രാർത്ഥിച്ചിട്ട് അല്ലാഹു തആല എന്തായി, നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ എന്തായി സംഭവിച്ചു പോയി. അത് ഉമ്മാന്റെ പ്രാർത്ഥനയുടെ അടിയിൽ, വാപ്പാന്റെ പ്രാർത്ഥനയുടെ അടിയിൽ മറല്ലാന്ന്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബേ, രാത്രി കിടക്കുമ്പോ ചില ആൾക്കാരെ ഉറക്കനെ പാട്ടൊക്കെ വെക്കലുണ്ട്. അത് ഒരു സ്ഥലത്ത് ഒരു രോഗം കാണാൻ പോയപ്പോ അവിടെ ഉണ്ട് ഉറക്കനെ ഒരു ഓത്ത് വെച്ചു. അപ്പൊ ആ ചെറുപ്പക്കാരനെ ചോദിച്ചു, എത്ര ഒച്ച വെക്കണ്ട, അപ്പൊ സുഖമില്ലാതെ കിടക്കല്ലേ. അപ്പൊ എന്താ പറഞ്ഞാലോ, പാപ്പാന്റെ ആ ഞെരക്കം മുളക്കം ഇങ്ങോട്ട് കേൾക്കണ വെച്ചിട്ടാ ഞാൻ ഇത് ഓത്ത് വെച്ചേക്കണേ. ഇന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, നിങ്ങളോട് പറയണ്ടായിരുന്നു, അത് സ്ഥലം പറയണ്ട, അപ്പം കൂടെ പറയാം. വാപ്പാനാ ഞെരങ്ങി മുളക്കം ഇങ്ങോട്ട് കേൾക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ഉറക്കാൻ വെച്ചേക്കണേ. ശല്യാണ്, ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു കാലത്ത് ഞാനും നീയും രാത്രി പൊട്ടിക്കരഞ്ഞപ്പോ തൊട്ടിലേക്ക് കിടക്കുമ്പോ നമ്മളെ കരഞ്ഞില്ലേ? വാപ്പാന്റെ ഉറക്ക് പോയില്ലേ? നമ്മളെ പുറത്തേക്ക് എറിഞ്ഞിട്ടില്ലല്ലോ. ഉമ്മന്റെ ഉറക്കും പോയില്ലേ? നമ്മള് മലമൂത്ര വിസർജ്യത്തോടു കൂടി തന്നെ നമ്മളെ ഉമ്മ താങ്ങിയെടുത്തില്ലേ? ആ ഉമ്മ നിന്നെ രാത്രി വിളിച്ചപ്പോ നിനക്ക് അരോചകമായല്ലേ? ആ പിതാവിന്റെ നരക്കം കേട്ടപ്പോ നിനക്ക് അരോചകമായെങ്കിലേ ഞാനും നീയും ആരല്ല? മാതാപിതാക്കളെ കുരുത്തം കിട്ടിയവരല്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരത്ര രാത്രി നിനക്കുറക്കമൊഴിഞ്ഞതാ, ഒലിക്കുന്ന ചുണ്ടില് തന്നവരെ മുത്തുന്നതാ. ഇതല്ലേ മാതാവും പിതാവും. റസൂലുള്ളാഹി തങ്ങളെ പിന്നെ എണ്ണി പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദോഷമല്ലാത്ത കാര്യത്തിലെ മാതാപിതാക്കൾക്ക് നീ വഴിപ്പെടണേ. അവർ കൽപ്പിച്ച കാര്യത്തിന് നീ വഴിപ്പെടണം. അതെന്ത് ചെയ്യാൻ പാടില്ല? ദോഷത്തിലാണ് ഈ വഴിപ്പെടേണ്ടത്. 5ാമത്തെ കാര്യം, നല്ല മയത്തോടു കൂടി അവരോട് നീ സംസാരിക്കണേ. ദൂനിൽ ഇല്ലത്തി, പരുഷമായി പരിക്കൻ സ്വഭാവം കാണിക്കല്ലേ. അത് അതാണ് നമ്മൾ ചെയ്യേണ്ട 10 കാര്യങ്ങൾ. 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം, അവർക്ക് വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം നമ്മളെ അവർക്ക് വാങ്ങിക്കൊടുക്കണം. നമുക്ക് സാധിക്കുമെങ്കിൽ വസ്ത്രം വാങ്ങിക്കൊടുക്കണം ഉമ്മക്കും വാപ്പക്കും. അത് കൂലി, അത് വലിയ കൂലിയാ. സാധാരണ ഒരു മനുഷ്യന് തന്നെ നമ്മളെ ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്താല്
ഒരു നൂല് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എത്ര കാലമുണ്ടോ അന്നൊക്കെ ഇവൻ അള്ളാഹുവിന്റെ തണലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മക്കും വാപ്പക്കും ആണെങ്കിൽ അതിനേക്കാളും പെരുത്തു കൂലിണ്ട്. പിന്നെ ഏഴാമത്തെ കാര്യം വൽ മശിയു ഖൽഫു, ഉമ്മന്റെയും വാപ്പന്റെയും പിന്നിലാണ് നടക്കേണ്ടത്, മുന്നിലല്ല നടക്കേണ്ടത്, പിന്നിലാണ് നടക്കേണ്ടത്. അവരെ അനുധാവനം ചെയ്യാണ് വേണ്ടത്. നേരെ മറിഞ്ഞ് വലിയ ഒരു പൊന്തി കൂടിയും കാട്ടുകൂടിയൊക്കെ പോവുകയാണെങ്കിൽ പൊന്തിയും കാടൊക്കെ നമ്മൾ ശരിയാക്കേണ്ടി വരും. ഉസ്താദ് എന്ന് പറഞ്ഞാൽ പിന്നിൽ നടക്കാൻ നിങ്ങൾ മുന്നിൽ കടന്നോളി, അവിടെയൊക്കെ നമ്മൾ എന്താക്കും അങ്ങനത്തെ മുന്നിൽ കാക്കും. അല്ലാതെ കല്യാണം വലിയ പരിപാടിയൊക്കെ ഉണ്ട്, നിങ്ങൾ മാറി ഞാനും നടക്കേണ്ട മുന്നിൽ, നിങ്ങൾ നടന്നാൽ പറ്റില്ല അറിയും. ഈ പോസിറ്റീവാണ് എപ്പോഴും ആൾക്കാർ നോക്കുക, അങ്ങനെ നോക്കല് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോഴൊക്കെ അവർക്ക് ഹിദ്മത്ത് ചെയ്യണം. പണ്ടൊരു സ്ഥലത്ത് ഒരു പാക്ക് രോഗം സുഖമില്ലാതായി. അപ്പൊ ഒരു വൈദ്യരെ കാണിച്ചു. വൈദ്യര് പറഞ്ഞു ഈ കുപ്പിയർന്ന് കൊടുത്താൽ മതി, കൊടുക്കുമ്പോ എല്ലാം കുലുക്കി കൊടുക്കണേ. ഓ ആ നമ്മളെ എത്തിയാറ് ഇവര് പോയി 2 ദിവസം കൊണ്ട് സുഖാകേണ്ട മരുന്നാ കൊടുത്ത. പക്ഷെ 2 ദിവസം കൊണ്ട് ദീനം കനം പിടിച്ചു, അസുഖം ഏറെ. ഇവര് പിന്നെയും കൊണ്ടുവന്നു. അപ്പൊ വൈദ്യര് മരുന്ന് കൊടുത്തിരിച്ച് കൊടുത്തു. നിങ്ങൾ കുലുക്കിയാ ഞങ്ങൾ കുലിക്കാതെ ഞാനും ഇവനും തലയും കാലം പിടിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ടും കുലുമ്പോ അങ്ങോട്ടും കുലിക്കുന്നതാണ്. കുപ്പിക്ക് വരെ ആരെ കുലുക്കി? പാപ്പാനെ കുലുക്കി. രോഗം മൂർച്ഛിച്ചില്ല, എല്ലാ കിടപ്പും വേറോട് മക്കളെ കുലുക്കണതേ. വേഗം പോയെങ്കിൽ എന്തായി? സ്ഥലം ഒരക്ക അങ്ങനെയൊക്കെ ഉണ്ടാല്. മയ്യത്ത് കുളിപ്പിക്കുമ്പോഴൊന്നും മക്കളെ കാണൂല. അവിടെയൊക്കെ പുറമുള്ള നാട്ടുകാരെ വരാ കുളിപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക ടീമൊന്നുമില്ല. അതെന്താ കുജ്ജനും മുക്കരി കത്തീബ് കാലി പറഞ്ഞാൽ പ്രത്യേക ആൾക്കാരും ഇതിനില്ല. പാപ്പ മരിച്ചാൽ മക്കൾ കുളിപ്പിക്കണം, അങ്ങനെ അതിന്റെ വേണ്ടേ. സ്ഥലം ഒരക്ക് മാത്രം മക്കൾ ഞാനാ കാര്യം വന്നിട്ട് കാര്യമില്ല. ഇമാമൊക്കെ ഓർത്തൊക്കെ പോലെ വരണം. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ഒരിക്കൽ പറയാം. മാതാപിതാക്കൾ നടന്നു പോവരെ പിന്നാലെ നടന്നു പോകണേ. പിന്നെ 8ാമത്തെ കാര്യം സ്വന്തം നഫ്സിന് എന്താ തൃപ്തിപ്പെടണേ അതൊക്കെ ബാപ്പാക്കും തൃപ്തിപ്പെടണം. നമ്മളിപ്പോ ചില ആൾക്കാർ എന്ത് ചെയ്യും, നമ്മക്ക് നല്ല പിന്നെ ബോധനയും മറ്റേ നല്ല നല്ല അരി കൊടുത്ത് നോക്കും. മക്ക് ബാപ്പാക്ക് കൊടുക്കണ്ടേ ആ റേഷൻ വെച്ച് കൊടുത്താൽ മതി, കുടിഞ്ഞാത്ത മുറിയെ കയറി രാജാവേ കൊടുക്കുള്ളൂ. നമ്മളെ ശരീരത്തിന് എന്ത് ഇഷ്ടപ്പെട്ടോ അതാണ് ഉമ്മക്കും വാപ്പക്കും നൽകേണ്ടത്. തന്റെ നഫ്സിന് എന്തെല്ലാം വെറുക്കുന്നുണ്ടോ അതൊക്കെ തന്റെ ഉമ്മക്കും വാപ്പക്കും വെറുക്കണേ. അപ്പൊ പിന്നെ ചെയ്യാൻ പാടില്ല. ഇവ AC റൂമില് ഉമ്മാക്കും വാപ്പാക്കോ ഒരു പാളുകൊണ്ട് വിസറി ഉണ്ടായിക്കൊണ്ട് BC കോട്ടയാറി, അല്ലെങ്കിൽ അവർക്ക് 5 ഉറുപ്പ്യന്റെ വിസറി ഉണ്ട്, ആ പ്ലാസ്റ്റിക്കിന്റെ. അത് നമ്മളെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന നമ്മളെ അമ്മക്ക് പാപ്പം. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടതും അവരെന്തായി ഒഴിവാക്കിയിട്ട് നമ്മളെ പോറ്റി വളർത്തിയത്. അന്നില്ലാത്ത മനുഷ്യന്മാർ എന്ത് കരുതി, എനിക്കൊരു കാലം വരും അന്ന് എനിക്ക് സാമ്പത്തികമായി എനിക്ക് ഉന്നതിയൊക്കെ ഉണ്ടാവുമ്പോ എന്റെ അമ്മാനെ എന്റെ വാപ്പനെ നല്ലോ ഞാൻ നോക്കും ഹിദ്മത്ത് ചെയ്യാൻ തീരുമാനിച്ച പാവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഉയർന്നു വന്നപ്പോഴേക്കും ഉമ്മി വാപ്പി മരിച്ചുപോയി. അവർ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമത്തിലുണ്ട്. എന്നാലും അവരെ കവറിങ്ങിൽ പോകാം. വെള്ളിയാഴ്ച പോണ പുണ്യം എന്താക്കുക റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. 10ാമത്തെ കാര്യം ഹബീബായ തങ്ങൾ പറഞ്ഞത് പൊറുക്കലിനെ തേടിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിന്റെ സ്വന്തം നഫ്സിനെ എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഉമ്മക്കും വാപ്പക്കും നീ പ്രാർത്ഥിക്കണേ. നമുക്ക് ദുആ ചെയ്യുമ്പോ ഉമ്മക്കും വാപ്പക്കും ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വാലിഹായ മക്കളാണെങ്കിൽ മറക്കുകയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കൂടി പറയുന്നുണ്ട്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, തങ്ങൾ പറഞ്ഞു ഇദാ മാത ഇബ്നു ആദം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖതഅമലുഹു, ആ മനുഷ്യന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോയി. ഇല്ലാ മിൻ സലാസ്, 3 അമൽ മുറിഞ്ഞു പോയിട്ടില്ല. ഏതാ 3 അമല്? 1 സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വദഖ, ദാനധർമ്മങ്ങളില്ലേ, നമ്മൾ പാവങ്ങൾക്ക് നൽകുന്ന ദാനധർമ്മങ്ങളില്ലേ, ഈ സ്വദഖ മുറിഞ്ഞു പോവുകയില്ല, ഇത് ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് വലദിൻ സ്വാലിഹിൻ യദഉ ലഹു ബിൽ മഗ്ഫിറ, മരണത്തിന് ശേഷം ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളെ മുറിഞ്ഞു പോവുകയില്ല. ബിൽ മഗ്ഫിറത്തി, ദോഷം പൊറുക്കലിനെ കൊണ്ട് വരണം. അമ്മാനി വാപ്പാന്റെ ചില ആൾക്കാർ അമ്മാനി വാപ്പാനി പണിയുള്ളപ്പോ നമ്മളെ ഈ തേക്കും കുറ്റി ഓനെടുത്തു, ഞാൻ വെച്ച അമ്മ കിട്ടില്ല, പിലാ കുറ്റി ഓനെടുത്തു, അങ്ങനെയുള്ളത് വരക്കുണ്ട്. ഹൈറ് കൊണ്ട് മഗ്ഫിറത്ത് കൊണ്ട് ഉമ്മാക്കും വാപ്പാക്കും ദുആ ചെയ്യണേ. ദുആ ചെയ്യണം ഹബീബേ. സ്വന്തം തനിച്ചു വിരണ്ട് മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണ് നമ്മിലെ. വാത്സല്യ മക്കള് കൺതടം മൊലിക്കുന്നതായി വന്നവിടെ നിന്നും കൊണ്ട് കൈയുയർത്തുന്നതായി. സ്വാലിഹായ മക്കളാണെങ്കിൽ മുറിഞ്ഞു പോകാത്ത അമലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുറിഞ്ഞു പോവുകയില്ല. പിന്നെ പറഞ്ഞു അവനക്ക് ഉപകാരം കിട്ടിയ ഇൽമ കിട്ടിയാ പോലെ അതുകൊണ്ട് ഉപകാരം കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നമ്മൾ സൂചിയായിട്ട് കാര്യമില്ല. സൂചിക്ക് പ്രത്യേകത, എല്ലാവർക്കും വസ്ത്രം തുന്നാൻ സഹായിക്കും, മൂപ്പർക്ക് വസ്ത്രമില്ല. മെത്തിരായിട്ട് കാര്യമില്ല, എല്ലാവർക്കും പ്രകാശം ചൊരിയും. ഉരുകിത്തീരുകയാണ്. കർമ്മം അവനവനും ചെയ്യണം. ആ വിവേക് കിട്ടിയ ഇൽമിനനുസരിച്ച്. പടയങ്കി കിട്ടാ പിന്നെ യുദ്ധം ചെയ്യണം എന്നാ, ഇൽമ് കിട്ടിയാ പിന്നെ അമല് ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാതാപിതാക്കൾ അതൃപ്തിയോടുകൂടി മരിച്ചാല് ആ മനുഷ്യന് കിട്ടാൻ പോകും എങ്ങനെ? 3 കാര്യം കൊണ്ട് ഉമ്മാന്റെ വാപ്പന് പൊരുത്തം നേടാനാ. ഉമ്മി വാപ്പി മരിച്ചപ്പോ ഇവന്റെ മേലില് കോപിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? 3 കാര്യങ്ങളെ കൊണ്ട് പൊരുത്തം നേടിയെടുക്കാൻ പറ്റുമെന്ന് മുത്തുനബി സുല ചോദിക്കപ്പെട്ട മാത്ത, ഉമ്മയും വാപ്പയും മരിച്ചുപോയി എങ്ങനെ? സാഹിത്യയിലെ 2 പേരും ക്രോധത്തോടുകൂടി കോപത്തോടുകൂടിയാണ് ഉമ്മയും വാപ്പയും മരിച്ചുപോയത്. ഇവ രണ്ടാളെയും മരണത്തിന് ശേഷം അവരെ തൃപ്തിപ്പെടുത്താനുള്ള വല്ല കർമ്മങ്ങൾ സാധിക്കുമോ അല്ലാഹുവിന്റെ റസൂലേ? അപ്പൊ പറഞ്ഞു, 3 കാര്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യാ? അള്ളാഹു പിന്നെ പൊരുത്തം കൊടുക്കുന്ന അമ്മാനി വാപ്പാൻ. ഒന്നാമത്തെ ഇവൻ സ്വാലിഹാക. മകൻ സ്വാലിഹായാൽ ഉമ്മയും വാപ്പയും ധന്യരാവുന്ന. മകൻ സ്വാലിഹായ ഉമ്മയും പൊരുത്തപ്പെടും. രണ്ടാമത്തത് അവന്റെ കൂട്ടുകാരെയും അവന്റെ ചങ്ങാതിമാരെയും ഉമ്മാന്റെ വാപ്പാന്റെ ചങ്ങാതിമാരെയും കുടുംബക്കാരെയും അടുപ്പിക്കുക, കുടുംബം ബന്ധം ചേർക്കുക. ചിലപ്പോ മരണം കഴിഞ്ഞ ആൾക്കാർ പറയും, ആ മയമാക്കളിലൊന്നും ഇവിടെയൊക്കെ വന്നിനു, ഇപ്പൊ അവലാരും വന്നു നോക്കില്ല, തിരിഞ്ഞു നോക്കെ എല്ലാരും. എന്താ? മക്കള് പിന്നെ ബന്ധം ചേർക്കണില്ല. ആരെയും പിന്നെന്ന് കാണും. പിന്നെ തിരിച്ചു പോകുമ്പോ എന്നാ അസ്സലാമു അലൈക്കും വരട്ടോ, ഇഞ്ഞും പിന്നെ വരാൻ ആകെയുള്ള നിനക്ക് പറയല്ലേ. പക്ഷെ എന്തില്ല, അവരെ കൂട്ടുകാരെ അടുപ്പിക്കുന്നില്ല, കുടുംബത്തിനെ അടുപ്പിക്കുന്നില്ല. ഇങ്ങനെ അവർക്ക് വേണ്ടി സേവനം ചെയ്തു, കുടുംബക്കാരെ അടുപ്പിച്ചു, കുടുംബബന്ധം ചേർത്ത് വാപ്പാന്റെ ഉമ്മാന്റെ ചങ്ങായിമാരൊക്കെ എന്താക്കി അവരുടെ വീട്ടിലൊക്കെ പോയി അന്വേഷണം, കുശലാന്വേഷണം, പഴയ ബന്ധം തന്നെ പുതുക്കിയെങ്കിൽ ഈ ഉമ്മയും വാപ്പയും ആ മകന്റെ മേൽ പൊരുത്തപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3-ാമത്തെ കാര്യം അവർക്ക് 2 പേർക്കും വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ട് ദുആ ചെയ്യുക. 2 പേർക്കും വേണ്ടി ദാനധർമ്മം ചെയ്യുക. എന്നാൽ മരിച്ചുപോയ പൊരുത്തല്ലാതെ മരിച്ചുപോയ ഉമ്മാനി വാപ്പാനി പൊരുത്തം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യം ചെയ്താൽ ഒന്നെന്ത് ചെയ്യാ? അവൻ സ്വാലിഹ. 2 ഉമ്മന്റെയും വാപ്പാന്റെയും സുഹൃത്തുക്കളെയും കുടുംബക്കാരെയൊക്കെ അടുപ്പിക്കുക. പിന്നെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ ദാനധർമ്മം ചെയ്യുക. എന്നാൽ ഉമ്മന്റെയും വാപ്പാന്റെയും പൊരുത്തം നേടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലേ വലിയ വലിയ ദോഷത്തിന് തൗബയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്കും വാപ്പാക്കും ഖിദ്മത്ത് ചെയ്താലേ വലിയ വലിയ ദോഷങ്ങൾക്കുള്ള പ്രായച്ചിത്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുണം ചെയ്യൽ സൽക്കർമ്മം മാത്രമല്ല, തൗബയുമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ തങ്ങൾ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളെ ഹദ്റത്തിൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നി അദ്നബതു ദംബൻ അളീമാ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വലിയതായ ഒരു ദോഷം ചെയ്തു പോയി, ഒരു വൻ പാപം ഞാൻ ചെയ്തു പോയി അല്ലാഹുവിന്റെ റസൂലേ. ഫഅല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ? എനിക്ക് പശ്ചാത്താപമുണ്ടോ? എന്റെ തൗബ കബൂലാകുമോ? ഫഖാല, തങ്ങൾ ചോദിച്ചു, ഹല്ലക മിൻ ഉമ്മിൻ, നിനക്ക് ഉമ്മ ഹയാത്തിലുണ്ടോ? നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ വഫി റിവായത്തി, മറ്റൊരു റിവായത്തിൽ ഹല്ലക വാലിദാനി, എനിക്ക് ഉമ്മയും വാപ്പിയുണ്ടോ? മറ്റൊരു റിവായത്തിൽ ഉമ്മയും വാപ്പിയുണ്ടോ? ഖാല, ഈ സഹാബി പറഞ്ഞു, ലാ, എനിക്കുമല്ല. ഫഹല്ലക മിൻ ഖാലത്തിൻ, നിനക്ക് ഉമ്മാന്റെ സഹോദരിമാരിലുണ്ടോ ചോദിച്ചു മുത്തുനബി. എളാമേ മൂത്തമ്മേ, ഉമ്മാന്റെ നേരെ സഹോദരി, ജ്യേഷ്ഠത്തി അനിയത്തിയാകാം. ഖാലത്തെ, നിനക്ക് എളാമയോ മൂത്തമ്മയോ ഉണ്ടോ? ഖാല, അപ്പൊ ഈ സഹാബി പറഞ്ഞു, ഞാൻ ഉണ്ട്, അല്ലാഹുവിന്റെ റസൂലുണ്ട്. തങ്ങൾ പറഞ്ഞു, എന്നാ പോയിട്ട് നിന്റെ എളാമാക്ക് നീ ഗുണം ചെയ്യണേ, നിന്റെ ദോഷത്തിനുള്ള തൗബയാണത്. നിന്റെ ഉമ്മാന്റെ സഹോദരിമാർക്ക് പോയിട്ട് നീ തൗബ, അവർക്ക് വേണ്ടി നീ ഖിദ്മത്ത് ചെയ്യുക, സേവനം ചെയ്യുക, അവരോടുള്ള സഹവാസം നീ നന്നാക്കുക. എന്നാൽ നിന്റെ ഈ തെറ്റിനുള്ള തൗബയാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെന്തേ? കാരണം ഇവിടെ 2 കാര്യമുണ്ട്. ഒന്ന്, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്താൽ തന്നെ നമ്മൾക്ക് വലിയ വലിയ ദോഷങ്ങളല്ല പുറത്തു തരും ഒന്ന്. പിന്നെ അവരില്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട അഹ്ലുകാരുമായി നമ്മൾ ബന്ധം പുതുക്കണേ എന്നുള്ള ഒരു പ്രോത്സാഹനവും കൂടിയാണ് ഇത്. വലിയ വലിയ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാറില്ല, പക്ഷേ ഉമ്മക്കും വാപ്പക്കും ഖിദ്മത്ത് ചെയ്താൽ പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൻ അഹ്മദിൻ റളിയല്ലാഹു അൻഹു ഖാല, ബിർറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യല് കഫാറത്തുൽ ലിൽ കബായിരി, വൻ ദോഷങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. വലിയ വലിയ ദോഷങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യ, മഅസൂമികളൊന്നും അല്ലല്ലോ നമ്മളെ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉമ്മാക്കും വാപ്പാക്കും ഖിദ്മത്ത് ചെയ്തോ, ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ എത്രയുടെ വില ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. വൻദോഷം ചെയ്ത് കണ്ട് ഹജ്ജ് ചെയ്ത അല്ലാഹ് പൊറുക്കണമെന്നില്ല, അതിൽ പശ്ചാത്താപം നല്ലോണം വേണം. എന്നാൽ ഇവിടെ അമ്മാക്കും വാപ്പാക്കും ഖിദ്മത്ത് ചെയ്ത അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. പിന്നെ ഉപകാരത്തിന്റെ അനന്തരഫലം എന്താ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് മാത്രമല്ല 2 ലോകത്തും നേട്ടമുണ്ട്. ആഖിറത്തിൽ സ്വർഗപ്രവേശനമാണെങ്കിൽ ഇഹലോകത്ത് ദീർഘായുസ്സും ഭക്ഷണ വിശാലതയും ഉണ്ടാകും ഉമ്മാക്കും വാപ്പാക്കും ഖിദ്മത്ത് ചെയ്താൽ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ സറാഹു അയ്യുമദ്ദലഹു ഫീ ഉംരിഹി, ഒരാൾക്ക് ദീർഘായുസ് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ, ദീർഘായുസ് കിട്ടുന്ന സന്തോഷം തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മരിച്ചു പോയല്ലോ. ഒരാൾക്ക് ആയുസ് നീളുക എന്ന്, ദീർഘായുസ് കിട്ടുക എന്നുള്ള ഒരാളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, വയുസാദു ലഹു ഫീ റിസ്ഖിഹി, ഭക്ഷണത്തിൽ വിശാലത കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽബിറ വാലിദൈഹി, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. മാതാപിതാക്കൾ ഗുണം ചെയ്താൽ മതി. ഭക്ഷണത്തിൽ വിശാലത മാത്രമല്ല, അല്ലാഹു ദീർഘായുസ് കൊടുക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തങ്ങൾ പറഞ്ഞു, മൻ ബിറ വാലിദൈഹി, വല്ല ഒരുത്തനും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, തൂബാ ലഹു സാദല്ലാഹു ഫീ ഉംരിഹി, അവന്റെ വയസ്സിൽ അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുത്തിട്ടുണ്ട് എന്ന് സന്തോഷിച്ചോ. കിട്ടുമെന്നല്ല പറഞ്ഞു, കിട്ടി. മാതാപിതാക്കൾക്ക് ആരെങ്കിലും ഗുണം ചെയ്താൽ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, തൂബാലഹു, അവൻ സന്തോഷിച്ചു കൊള്ളട്ടെ, സാദല്ലാഹു ഫീ ഉംരിഹി, അവന്റെ വയസ്സിൽ അല്ലാഹു തആല അവനക്ക് ദീർഘായുസ് നൽകിയിട്ടുണ്ട്. ചെയ്ത അപ്പതന്നെ അല്ലാഹു വയസ്സ് നീട്ടി കൊടുക്കുന്ന അത്ര പുണ്യമുള്ള ഒരു അമലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ ആക്ഷേപിക്കുന്ന ആളുകൾക്കും ശകാരിക്കുന്ന ആളുകൾക്കും മക്കൾ തന്നെ എതിരാവുന്നതാണ്. അവരെ ക്രൂരന്മാരായി തീരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിറു ആബാക്കും, നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങളെ ഗുണം ചെയ്യണേ. എന്നാ തബറക്കും അബ്നാഉക്കും, നിങ്ങളെ മക്കളും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇതിന്റെ മഫ്ഹൂം മുഖാലഫ, ഇതിന്റെ നേരെ എതിരെ. മാതാപിതാക്കളെ ഒരാൾ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മക്കളും ദുനിയാവിൽ നിന്ന് എതിരായി പോകുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഗുണം ചെയ്താൽ സ്വർഗത്തിലെ സ്ഥാനം കേൾക്കണോ നിങ്ങൾക്ക്? മാതാപിതാക്കൾ ഗുണം ചെയ്താൽ സ്വർഗത്തിൽ എന്താ സ്ഥാനം? റസൂലുള്ളാഹി തങ്ങളെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഈ ഹദീസ് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദഖൽതുൽ ജന്നത, സ്വർഗ്ഗത്തിൽ ഞാൻ കേറി. മുത്തനബി പറയാ, സ്വർഗ്ഗത്തിൽ ഞാൻ കേറി. ഫസമീതു ഖിറാഅത്തൻ, സ്വർഗ്ഗത്തിൽ ഞാൻ ഒരു ഓത്ത് കേട്ടു, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്. സ്വർഗ്ഗത്തിൽ ഞാൻ കേറിയപ്പോൾ സ്വർഗ്ഗത്തിൽ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നുണ്ട്. സ്വർഗത്തിൽ ഖുർആൻ കേൾക്കുക. സ്വർഗത്തിൽ കർമ്മങ്ങളൊന്നും ആരും ചെയ്യൂല. കാരണം സ്വർഗത്തിൽ കയറിയ മനുഷ്യൻ തന്നെ ചോദിക്കും, അല്ലാഹുവേ ഞാനൊരു സുജൂദ് ചെയ്യട്ടെ, ഇതിലേക്ക് വഴി നടത്തിയ തമ്പുരാനെ ഒരു സുജൂദ് ചെയ്യട്ടെ. വേണ്ട വേണ്ട വേണ്ട, നീ ദുനിയാവുന്നല്ലേ വന്നത്, അധ്വാനത്തിന്റെ നാടല്ലേ കഴിഞ്ഞു വന്നത്, സുഖത്തിന്റെ നാടല്ലേ, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട, വിളമ്പണ്ട നീ അതിൽ പാചകം ചെയ്യണ്ട, കുന്നെന്ന സുച്ചതിനൊക്കെയുണ്ടത് കൊണ്ട. എന്നാൽ സ്വർഗത്തിൽ മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേറി നടക്കുമ്പോ വിശുദ്ധ ഖുർആന്റെ നല്ല സ്വരമാധുരി കേൾക്കുകയാണ്. അപ്പൊ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻഹാദ, ഇതാരാണ്, ആരെ ഓത്താണ് ഈ കേൾക്കുന്നത്? അപ്പൊ ഫഖീല, പറയപ്പെട്ടു, ഹാരിസ് ഇബ്നു നുഅ്മാൻ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന സഹാബിന്റെ ഓത്താണ് കേൾക്കുന്നത്. സ്വർഗത്തിൽ ഖുർആന്റെ ഓത്ത്. ഈ സഹാബിക്കുള്ള പുണ്യമെന്ത്? മുത്തുനബി തങ്ങൾ പറയുകയാണ്, കദാക്കൽ ബിറു, അതാണ് ഗുണം, വകാന ബിർറൻ ബി ഉമ്മിഹി. എന്നാൽ ഹാരിസ് റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മാക്ക് വല്ലാതെ ഖിദ്മത്ത് ചെയ്യുന്ന മഹാനായിരുന്നു. ഉമ്മാക്ക് ചെയ്ത ഉപകാരത്തിന്റെ, ഉമ്മാക്ക് ചെയ്ത സേവനത്തിന്റെ പ്രതിഫലമാണ് സ്വർഗത്തിൽ ഈ ഖുർആൻ ഓതുന്നത് എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്തപ്പോൾ സ്വർഗത്തിൽ ഖുർആൻ വരാനുള്ള ഭാഗ്യം കിട്ടി. ഹാരിസ് ബിൻ നുഅ്മാൻ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു. ചിന്തിച്ചു നോക്കി, ഹബീബെ മനസ്സിലാക്കണം, കർമ്മങ്ങൾ മാത്രമല്ല നോട്ടം വരെ പുണ്യമാണ്. ഉമ്മനെയും വാപ്പനെയും നോക്കൽ വരെ കൂലിയായി ഇസ്ലാം കൽപ്പിച്ചു. സ്നേഹത്തോടു കൂടി നോക്കണേ, എന്നാൽ അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അതും നമ്മളെ ബാധ്യതയാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ, ഞാൻ എൻ്റെ അമ്മനെ നല്ല നോക്കൊണ്ട് എങ്ങനെ കണ്ണുർട്ടി കാണുക,
അങ്ങനെയല്ല നോക്കണ്ടേ, സ്നേഹത്തോടെ, മമതയോടെ, അലിവോടെ, കൃപയോടെ, ദയയോടെ, കാരുണ്യത്തോടെ നോക്കണം. عن ابن عباس رضي الله عنهما قال رسول الله صلى الله عليه وسلم رسول الله തങ്ങൾ പറയുകയാണ് മാമിൻ റജുലിൻ യൻദുറു ഇലാ വാലിദൈഹി നദറത റഹ്മത്തിൻ ഇല്ലാ കതബല്ലാഹു ബിഹാ ഹജ്ജതൻ മഖ്ബൂലതൻ മബ്റൂറാ. ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല ഒരുത്തനും മാതാപിതാക്കളുടെ മുഖത്തേക്ക് ഒരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ ആ നോട്ടത്തിന് പ്രതിഫലമായി അല്ലാഹു രേഖപ്പെടുത്തും, മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം രേഖപ്പെടുത്തും. വാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയാൽ, കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ ഈ നോട്ടത്തിന്റെ പ്രതിഫലം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഹജ്ജിന് കുറെ ആൾക്കാർ പോവും, സ്ഥലം വിറ്റിട്ടും ബിൽഡിംഗ് വിറ്റിട്ടൊക്കെ ആൾക്കാർ പോവാറുണ്ട്. 1030 ഹജ്ജ് ചെയ്ത ആൾക്കാരായിരിക്കും, ഒരുപാട് ആയിരക്കണക്കിന് പ്രത്യേക പ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ഉമ്മാനും വാപ്പാനും ഖിദ്മത്ത് ചെയ്തിട്ടില്ല, ഒരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഈ ഹജ്ജ് നഷ്ടപ്പെട്ടില്ലേ? വിദേശത്തേക്കൊന്നും പോകണ്ട, നമുക്ക് ഹജ്ജിന്റെ കൂലി കിട്ടാൻ ഉമ്മാനും വാപ്പാനും ഒരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ. മബ്റൂറായ ഹജ്ജ് എന്ന് വെച്ചാൽ ഉമ്മാന്റെ ഗർഭാശയം എങ്ങനെ നമ്മൾ പുറപ്പെട്ടു, അതാ മബ്റൂറായ ഹജ്ജ് എന്നാ. പിന്നെ തെറ്റൊന്നും ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാൻ ഒരു അടിമയെ മോചിപ്പിച്ച ഫലമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈദാ നദറൽ വലദു, ഒരു കുഞ്ഞ് നോക്കിയാൽ ഇലാ വാലിദിഹി, തന്റെ മാതാപിതാക്കളെ നോക്കി, നദറത സുറൂരിൻ, ഒരു ഭംഗി, ഒരു സന്തോഷത്തിന്റെ നോട്ടമാണ് നോക്കി. എന്നാൽ കാനലിൽ വലതി, ആ കുഞ്ഞിന് കിട്ടും ഒരു അടിമയെ മോചിപ്പിച്ച പുണ്യമുണ്ട്, ഒരു അടിമയെ ഇത്തൊക്കെ ചൊല്ലിയ മോചിപ്പിച്ച പ്രതിഫലമുണ്ട്. ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വൈൻ നദറ 360 നദറതൻ, 360 വട്ടം നോക്കിയാലോചിച്ചു ഒരു സഹാബി. ഒരു 360 വട്ടം നോക്കിയാൽ അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അക്ബർ മിൻ ദാലിക, അല്ലാഹു ഉന്നതൻ തന്നെയാണ്, ഓരോ നോട്ടത്തിനും കൂലിയുണ്ട്, ഓരോ നോട്ടത്തിനും കൂലിയുണ്ട് എന്ന്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് നോക്കുകൂലി. നോക്കുകൂലി അല്ലെ വേറെ ആൾക്കാര് ചുമടറക്കിയത് പോയി കാണാൻ കായ, അങ്ങനെയല്ല നോക്കുകൂലി. ഉമ്മാന്റെയും വാപ്പാന്റെയും മുഖത്തേക്ക് നോക്കിയ ഇബാദത്താണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അന്നദുറു ഫീ സലാത്തി അഷ്യാ, 3 കാര്യങ്ങൾ നോട്ടം തന്നെ ഇബാദത്താണ്, കൂലിയാണ്. അന്നദുറു ഫീ വജ്ഹിൽ അബവൈനി, മാതാപിതാക്കളെ മുഖത്തേക്ക് നോക്കല് കൂലിയാണ്, ഇബാദത്താണ്. വഫിൽ മുസ്ഹഫ്, പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കല് കൂലിയാണ്. വഫിൽ ബഹരി, സമുദ്രത്തിലേക്ക് നോക്കലും കൂലിയാണ്. ഇതൊക്കെ ഇബാദത്താണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ 5 കാര്യങ്ങൾ മിനൽ ഇബാദത്തി, ഇബാദത്തിൽ പെട്ടതാണ്. അന്നദുറു ഫിൽ മുസ്ഹഫ്, വിശുദ്ധ ഖുർആനിലേക്ക് നോക്കല്. വന്നദുറു ഇലൽ കഅബത്തി, കഅബയിലേക്ക് നോക്കല്. വന്നദുറു ഇലൽ വാലിദൈനി, മാതാപിതാക്കളിലേക്ക് നോക്കല്. വന്നദുറു ഫീ സംസം, സംസം വെള്ളത്തിലേക്ക് നോക്കല്. വഹിയ, ഇതൊക്കെ എന്താണ്? തുഹിത്തുൽ ഖതായ, തെറ്റുകളെ കുറക്കുന്നതാണ്. വന്നദുറു ഫീ വജ്ഹിൽ ആലിമി, ഒരു പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കലേ. ഇതൊക്കെ അല്ലാഹു തആല കൂലിയാക്കി മാറ്റി. മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കലും കൂലിയാണ്. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നദുറു ഇലൽ കഅബത്തി ഇബാദ, വന്നദുറു ഫീ വജ്ഹിൽ വാലിദൈനി ഇബാദ, വന്നദുറു ഫീ കിതാബില്ലാഹി ഇബാദ. ശുദ്ധ ഖുർആനിലേക്കും മാതാപിതാക്കളുടെ മുഖത്തേക്കും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് നോക്കലും കൂലിയാക്കി മാറ്റി. കഅബയിലേക്ക് നോക്കലും കൂലിയാക്കി മാറ്റി. ഇതൊക്കെ കൂലിയാക്കി അള്ളാഹു തആല. നീ ചെയ്താൽ അത്ര കൂലി കിട്ടും, നോക്കിയാൽ തന്നെ അത്ര കൂലി ഉണ്ടെങ്കിൽ ചെയ്താൽ പിന്നെ അത്ര കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി കേട്ടോളി, മാതാപിതാക്കളെ പിന്നെ ചിലപ്പോ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ദുആ എവിടെ? കുറെ ആൾക്കാർ ദുആ സമ്മേളനത്തിനൊക്കെ പോയേക്കും, പല മുറാദും ഹാസിലാകാൻ. തന്റെ അമ്മാനെ കൊണ്ട് ദ്വാരപ്പിച്ചാൽ മതി, പെട്ടെന്ന് ഉത്തരം കിട്ടും. ഉമ്മമാരെ ദുആ കബൂലുണ്ട്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم 3 دعوات مستجاب لهن لا شك فيهن. മുത്തുനബി അങ്ങനെ വിശദീകരിച്ചു. അതിൽ നിങ്ങൾ സംശയിക്കേ വേണ്ടതാ. 3 പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരം കിട്ടുന്നതാണ്, തള്ളപ്പെടുകയില്ല. ഒന്നെന്താ? ദഅവത്തുൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. അക്രമിന്റെ അല്ല, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. മദ്ലൂം ഇതറിയുന്നില്ല എന്നാൽ തന്നെയും അവനുള്ള റബ്ബറിയുന്നതാണിവയൊക്കെയും. ഉടൻ തന്നെ ശിക്ഷിക്കാത്തതിൽ രസിക്കണ്ട, വലക്കുള്ളില പിന്നെങ്ങനാ ഞെളിയണ്ട. മദ്ലൂമിന്റെ ദുആക്ക് അപ്പുത്തരണ്ട്, അതിന്റെ ഹിജാബില്ല എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. പിന്നെ വദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരന്റെ ദുആക്ക് ഉത്തരമുണ്ട്.
അസഫറു ഖിത്അത്തുൻ മിനൽ അദാബ് എന്ന. യാത്ര എന്ന് പറഞ്ഞാല് അദാബിൽ നിന്നൊരു കഷ്ണമാണ്, വലിയ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് യാത്രക്കാരനും ദുആക്ക് ഉത്തരമുണ്ട്. പിന്നെ വദഅവത്തുൽ വാലിദൈനി, മാതാപിതാക്കളുടെ പ്രാർത്ഥന, അലൽ വലദി, മക്കളെ മേൽ ഉമ്മി വാപ്പി എന്ത് ദുആയിരുന്നു അന്നത് കബൂലാക്കുന്ന. അതുകൊണ്ട് ചില മക്കളൊക്കെ വികൃതി കാട്ടുമ്പോൾ ഈ പാണ്ടാറി നന്നാവില്ല, അറിയാൻ നന്നാവില്ല. അതൊക്കെ അവസാനം പറഞ്ഞ വാക്ക്, ആദ്യം നല്ലതൊക്കെ പറഞ്ഞോണ്ടു. ഈ പെണ്ണുങ്ങൾ കുറെ ശാപത്തിന്റെ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൈകി വൃത്തിയാക്കിയ സ്ഥലത്ത് കാണാൻ ചിലപ്പോൾ കോഴി ഒന്ന് അപ്പിട്ടാ പറയും ഈ പണ്ടാറ കോഴി അറിയും. പിന്നെ ആ കോയിന്റെ മുട്ട ആൾ തിന്നാൻ പാടില്ലെന്ന കിതാബിലുണ്ട്. ശാപം തിരിഞ്ഞടിക്കുന്ന ഒരു പശു തെങ്ങുന്നയ്യൊക്കെ തിന്നാ പറയും പണ്ടാറ പശു അറിയും. പിന്നെ ആ പശുവിന്റെ പാൽ ആ പറഞ്ഞാൾ കഴിക്കാൻ പറ്റൂല, ശാപം തിരിഞ്ഞടിക്കും. മക്കളൊക്കെ വേണ്ടി ഉമ്മയും വാപ്പയും ദുആ ചെയ്താൽ ഹിജാബില്ല, പെട്ടെന്ന് കബൂലാകും. എത്ര ആൾക്കാർ ദുആ സമ്മേളനത്തിന് പോയിട്ട് ഉത്തരം കിട്ടും, കാരണം അമ്മാനും വാപ്പാനും പൊരുത്തപ്പെടല്ല, പിന്നെ എന്താ അങ്ങനെ അള്ളാഹ് കബൂലാക്കുക? അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ചിന്തിച്ചു നോക്കി, എത്രയാ അജുംറി ചെയ്തേക്കും, അത് കബൂലില്ല, കാരണം ഇവിടെ അമ്മാനും വാപ്പാനും നോക്കിയിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഉപകാരം ചെയ്ത് ധന്യരായ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബിക്ക് അല്ലാഹു തആല ഭൂലോകം അടക്കി ഭരിക്കാനുള്ള അധികാരം മുഴുവനും കൊടുത്തു. സാഫറ ബൈന സമായി വൽ അർള്, ആകാശഭൂമിന്റെ ഇടയിൽ കൂടി സുലൈമാൻ നബി അലൈഹിസ്സലാം സഞ്ചരിക്കുകയായിരുന്നു. ഹത്താ ബലഗ ബഹറൻ അമീഖൻ, ഒരു ആഴമുള്ള കടലിന്റെ സമീപത്തെത്തി സുലൈമാൻ നബി അലൈഹിസ്സലാം. ഫറആ ഫിൽ ബഹരി മറജൻ ഹൈലൻ, ഒരു നൊര ഇങ്ങനെ പൊന്നിങ്ങനെ പ്രത്യേകം ഇങ്ങനെ ആടിയ ഒരു സ്ഥലങ്ങൾ പ്രത്യേകം കണ്ടു സുലൈമാൻ നബി അലൈഹിസ്സലാം. പെട്ടെന്ന് കണ്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? സുലൈമാൻ നബി അലൈഹിസ്സലാം അമറ റീഹ, കാറ്റിനോട് കൽപ്പിച്ചു, അന്തസ്കുന, നീ അടിക്കല്ലാണ്. കാറ്റിനോട് അല്ലാഹു തആല സുലൈമാൻ നബി അടങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. തസ്കുന, അപ്പൊ കാറ്റ് ഫസകനത് യദീഹു, കാറ്റ് അടങ്ങിപ്പോയി. ഫഅമറ ഇഫ്രീതൻ, ഇഫ്രീത്തിനോട് കൽപ്പിച്ചു അയ്യഖുസ ഫിൽ ബഹരി, ആ നൊര പൊന്തിയ സ്ഥലത്തൊന്ന് മുങ്ങി നോക്കുക, എന്താ വിഷയം? ഇഫ്രീത്ത് എന്ന് പറയുന്ന ആ പിശാച് വെള്ളത്തിൽ മുങ്ങി നോക്കുമ്പോൾ കണ്ടു നല്ല ഒരു കുബ്ബ, വെളുത്ത ഒരു മുത്തിന്റെ ഒരു കുബ്ബ കണ്ടു. ലാ സഖബ ബിഹാ, അതിന് പ്രത്യേക പൊത്തും വാതിലൊന്നുമില്ല, അതിന് ഉള്ളിങ്ങനെ കാണുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതിന് സുജൂദിൽ കിടക്കുന്നുണ്ട്, വാതിലൊന്നും കാണാനില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നില് ഇതും എടുത്തുകൊണ്ട് ഇഫ്രീത്ത് വന്നു. സുലൈമാൻ നബി കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. സുലൈമാൻ നബിക്ക് പോലും അത്ഭുതം, ഇങ്ങനത്തെ ഒരു പ്രത്യേക ഗേഹം കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്തു.